നമസ്കാരം. നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം. 100 ധ്യാനങ്ങൾ. ധ്യാതാവ് ഗുരു നിത്യചൈതന്യയതി. ധ്യാനം 23. അപരനു വേണ്ടി അഹർനിശം പ്രയത്നം, കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു. കൃപണനഥോ മുഖനായി കിടന്നു ചെയ്യുന്ന അപചയകർമ്മം അവനു വേണ്ടി മാത്രം. നാം ആരും ഈ ലോകത്തിൽ ഒറ്റപ്പെട്ടവരല്ല. കുറെയെല്ലാം നാം മറ്റുള്ളവരെ ആശ്രയിക്കുന്നു. നമ്മുടെ കഴിവുകളും വിധേയത്വവും ചിലരുടെയെങ്കിലും ജീവിത സുഖത്തിന് ഉതകുമാറാണ് നാം ജീവിക്കുന്നത്. ഏതെങ്കിലും വിധത്തിലുള്ള കർമ്മം ചെയ്യാതെ ഒരാളും ജീവിക്കുന്നില്ല. ശരീരത്തെ രോഗഗ്രസ്തമല്ലാതെ വെച്ചുകൊണ്ടിരിക്കുന്നതിനു വേണ്ടിയെങ്കിലും ആർക്കും നിത്യകർമ്മങ്ങൾ ചെയ്യാതിരിക്കാൻ വയ്യ. കുളി, ശൗചം, പല്ലുതേപ്പ്, വസ്ത്രം മാറ്റൽ, ആഹാരം കഴിക്കൽ, ഇങ്ങനെയുള്ള നിത്യകർമ്മങ്ങൾ കൂടാതെ നിയതമായ കർമ്മങ്ങളും നൈമിത്തികമായ കർമ്മങ്ങളും നാം ചെയ്തു പോരുന്നു. നിയതകർമ്മം എന്നാൽ ഏതൊരു പ്രവൃത്തിക്കു വേണ്ടി നാം തന്നെ നമ്മളെ നിയോഗിച്ചിരിക്കുന്നോ ആ കർമ്മം. ഒരു ഡോക്ടർ ദിവസവും പോയി ആതുരരായ രോഗികളെ ശുശ്രൂഷിക്കുന്നത് അയാളുടെ നിയതകർമ്മമാണ്. ഒരമ്മ തൻ്റെ കുഞ്ഞുങ്ങളുടെ ക്ഷേമത്തിനും വിദ്യാഭ്യാസത്തിനും വളർച്ചയ്ക്കും വേണ്ടി സ്വയമേ അർപ്പണ ബുദ്ധിയോടുകൂടി ചെയ്തു പോരുന്ന കർമ്മങ്ങളെല്ലാം നിയത കർമ്മങ്ങളാണ്. റോഡിൽ ഒരുവൻ അവശനായി കിടക്കുന്നത് കണ്ടാൽ അവനെ സുരക്ഷിതനാക്കാൻ വേണ്ടത് ചെയ്തു കൊടുക്കുന്നത് നൈമിത്തിക കർമ്മത്തിൽ പെടുന്നു. നിയത കർമ്മവും നൈമിത്തിക കർമ്മവും ചെയ്യേണ്ടി വരുന്നിടത്ത് ഒരാൾ സഹജാതരായവരോട് ബന്ധപ്പെടേണ്ടി വരുന്നു. അങ്ങനെയുള്ള കർമ്മത്തിൽ ഒരു പാരസ്പര്യമുണ്ട്. നിയത കർമ്മങ്ങളുടെയും നൈമിത്തിക കർമ്മങ്ങളുടെയും ഉദ്ഭവസ്ഥാനം നോക്കുമ്പോൾ തികച്ചും വിഭിന്നമായ 2 താല്പര്യങ്ങൾ കാണാം. ആദ്യത്തേത് സ്വന്തം സുസ്ഥിതിക്ക് ദീർഘകാല നൈരന്തര്യം ഉണ്ടാക്കുവാൻ പോരുന്നതാണ്. ചിലരുടെ കാര്യത്തിൽ അത് തികഞ്ഞ സ്വാർത്ഥതയ്ക്കും സൗകര്യം നൽകുന്നു. രണ്ടാമത് പറഞ്ഞത് കരുണയെ വിലപ്പെട്ട ഒരു പ്രേരണയായി സ്വീകരിക്കുന്നു. ഞാനും അപരനും ഒന്ന് എന്നുള്ള വിശ്വാസമാണ് കരുണയെ ഉദ്ദീപിപ്പിക്കുന്നത്. ഞാൻ ഈ ശരീരത്തിൽ മാത്രം സ്ഥിതി ചെയ്യുന്നു എന്ന ധാരണ സ്വാർത്ഥതയ്ക്ക് മൂർച്ച കൂട്ടുന്നു. സ്വാർത്ഥപരമായ ജീവിതത്തിൻ്റെ വ്യാസം തുലോം ചെറുതാണ്. അതിന് ആഴമോ ഔന്നത്യമോ ഉണ്ടായിരിക്കുകയില്ല. എപ്പോഴും ഞാൻ, എൻ്റെ, എനിക്ക് എന്നിങ്ങനെ വിചാരിച്ചു നടക്കുന്നത് കൊണ്ട് ആ താല്പര്യത്തിന് പുറത്തുള്ള ലോകം ചിലപ്പോൾ നിരർത്ഥകമായും പലപ്പോഴും ഭീകരമായും തോന്നുവാനിടയുണ്ട്. അന്യരുടേതായി മുദ്ര കുത്തി മാറ്റുന്ന ഭീകര ലോകത്തിൽ നിന്നും തൻ്റെ സ്വാർത്ഥതയുടെ ലോകത്തെ സംരക്ഷിക്കുന്നതിനായി തൻ്റെ ചുറ്റും നിർമ്മമത്വത്തിൻ്റെ കനത്ത ഭിത്തികൾ കെട്ടുന്നു. ജീവിതത്തിൽ ഒട്ടുമുക്കാലും ഒളിഞ്ഞും മറഞ്ഞും പലതും ചെയ്യേണ്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. തെറ്റുകളിൽ നിന്നും തെറ്റുകളിലേക്കും വ്യാമോഹങ്ങളിൽ നിന്നും വ്യാമോഹങ്ങളിലേക്കും വഴുതിപ്പോകുന്ന ആ ജീവിതത്തിൽ ദുഃഖവും പരാജയബോധവും എപ്പോഴും കരിനിഴൽ പരത്തുന്നു. കരുണ ജീവിതത്തിൻ്റെ കാതലായി വരുമ്പോൾ
ഞാൻ, അന്യൻ എന്നിങ്ങനെയുള്ള ഭേദബുദ്ധി സാന്ദർഭികം മാത്രമായിത്തീരുന്നു. കാരുണികനായ ജ്ഞാനി ആരെയും തള്ളിമാറ്റുന്നില്ല. ആ മഹാത്മാവിന് എല്ലാവരും ഇണങ്ങരായിത്തീരുന്നു. അങ്ങനെയുള്ള കൃപാലുവിൻ്റെ വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും മറ്റുള്ളവർ ആശ്വാസം കണ്ടെത്തുന്നു. ദിവസം പ്രതി ആ മഹാത്മാവിന് മിത്രങ്ങൾ വർദ്ധിച്ചു വരുന്നു. മൈത്രി കൂട്ടായ്മയുടെ ശക്തിയെ അധികരിപ്പിക്കുന്നതുകൊണ്ട് ഒരു കാരുണികനായ മഹാത്മാവിന് മറ്റാരെയും കാൾ സമർത്ഥമായി ലോക നന്മ ചെയ്യുവാൻ കഴിയുന്നു. അങ്ങനെയുള്ള ഒരു കൃപാലുവിന് രാത്രിയിലും പകലും ഒരേ ഒരു വിചാരമേയുള്ളൂ: ഏവർക്കും ആശ്വാസവും ഉത്തേജനവും എങ്ങനെ നൽകാം. ധന്യധന്യമായ ആ ജീവിതം സർവോത്കർഷേണ വിജയിക്കുന്നു.